എറണാകുളത്തേക്ക് പോവുകയാണ്. പാരിയത്തുകാവിലെ കുടിയൊഴിപ്പിക്കൽ നടപടിയിൽ ഇന്ന് നിർണായക ദിവസം. നടപടി പൂർത്തിയാക്കണമെന്ന കോടതിയുടെ കർശന നിർദ്ദേശമുള്ളതിനാൽ അഭിഭാഷക കമ്മീഷൻ ഇന്നും എത്തിയേക്കും. എന്നാൽ കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലുള്ള പോലീസ് നടപടി ഉണ്ടാവില്ല എന്നാണ് ഇന്നലെ കളക്ടറേറ്റിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം മന്ത്രി റോജി എം ജോൺ വ്യക്തമാക്കിയത്. കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്താൻ സർക്കാർ തിങ്കളാഴ്ച കോടതിയെ സമീപിക്കും. കോടതി വിധി വീണ്ടും എതിരായാൽ 8 കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇന്ന് പോലീസ് നടപടി ഉണ്ടാവില്ല എന്ന് പറയുന്ന സർക്കാർ അതിനു വേണ്ട ഒന്നും ചെയ്തില്ല എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. അഭിഭാഷക കമ്മീഷൻ നടപടിയുമായി എത്തിയാൽ തടയാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം. സജോ ദേവസ്യ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പമുണ്ട്. സജോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ പലതട്ടിൽ സമീപിക്കേണ്ട ഒരു വിഷയമാണിത്. ഒന്ന്, രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടാവണം, നിയമപരമായ ഒരു പരിഹാരം ഉണ്ടാവണം. ഈ 8 കുടുംബങ്ങളുടെ അതിജീവനത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. ഇന്നത്തെ ദിവസം ഏറ്റവും നിർണായകമാണ്. അഭിഭാഷക കമ്മീഷൻ എത്തുമോ? എത്തിയാൽ എന്തായിരിക്കും സമീപനം? പോലീസ് വരാൻ സാധ്യതയുണ്ടോ? ഇന്നലെ കളക്ടറേറ്റിൽ നടന്ന യോഗത്തിലുണ്ടായ തീരുമാനങ്ങളും എന്തൊക്കെയാണ്? സജു. ഷിഹാസ്, ഇതൊരു സങ്കീർണമായ നിയമപ്രശ്നമാണ്. അതുകൊണ്ട് കോടതിയെ സമീപിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോംവഴി. സർക്കാർ ഏതായാലും സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഈ കാര്യങ്ങൾ അറിയിക്കും. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച ഇതേ വിഷയം തന്നെ വരുന്നുണ്ട്. അപ്പോൾ AG കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുവേണ്ടിയും സർക്കാർ നിയോഗിച്ച മന്ത്രി റോജി എം ജോൺ ഇന്നലെ കളക്ടറേറ്റിൽ അവിടുത്തെ പ്രദേശവാസികളുമായും എല്ലാം ചർച്ച നടത്തിയിരുന്നു. അതിലിപ്പോൾ സർക്കാർ ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് പോലീസിന് തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് സർക്കാർ തലത്തിൽ നിന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് തിങ്കളാഴ്ച ഹൈക്കോടതിയുടെ പരിഗണനയിൽ വിഷയം വരുന്നു. സുപ്രീം കോടതിയിലും സർക്കാർ സാവകാശം തേടി സമീപിക്കും എന്ന നിലയ്ക്ക് സർക്കാർ തീരുമാനമായി തന്നെ എടുത്തിട്ടുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ കോടതി അത് പരിഗണിച്ചതിന് ശേഷം നടപടിയിലേക്ക് പോയാൽ മതി. അഭിഭാഷക കമ്മീഷന് ആവശ്യമായ സുരക്ഷ ഏതായാലും നിലവിലെ കോടതി ഉത്തരവ് പ്രകാരം എറണാകുളം റൂറൽ പോലീസിന് കൊടുക്കേണ്ടി വരും. അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. പക്ഷേ ഈ കാര്യത്തിൽ കടുത്ത നടപടിയിലേക്ക് പോകില്ല എന്ന നിലയ്ക്കുള്ളൊരു നിർദ്ദേശം, പോകരുതെന്ന നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട്. പക്ഷേ പോലീസിന് അന്ത്യശാസനം നേരത്തെ കോടതി നൽകിയിട്ടുള്ളതാണ്. സമ്പൂർണ്ണമായി അഭിഭാഷക കമ്മീഷന് പ്രവർത്തനങ്ങൾ, അതായത് അവിടെ കയറി കുടിയൊഴിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രൊട്ടക്ഷൻ നൽകണം, അതിലെന്തെങ്കിലും വീഴ്ച ഉണ്ടാകാൻ പാടില്ല എന്ന നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാർ തലത്തിലൊരു ധാരണയുണ്ടായിരിക്കുന്നു. അവിടെ 7 ദളിത് കുടുംബങ്ങളടക്കം 8 കുടുംബങ്ങളാണ് കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും എടുത്തിരിക്കുന്ന തീരുമാനം, സർക്കാർ ആദ്യം ഹൈക്കോടതിയിൽ കേസ് വരുന്നുണ്ട്. അവിടെയും അവരുടെ അഭിഭാഷകനെ, അതായത് ഇപ്പോൾ അവിടെ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളുടെ അഭിഭാഷകനെ AG ആശയവിനിമയം നടത്തി സർക്കാർ സഹായത്തോടു കൂടി തന്നെ കോടതിയെ സമീപിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക. സുപ്രീം കോടതി ഉത്തരവ് ഇക്കാര്യത്തിൽ ഉള്ളതുകൊണ്ട് സുപ്രീം കോടതിയിലും സാവകാശം സർക്കാരിന് തേടാൻ കഴിയും. കാരണം അതിന്റെ എക്സിക്യൂഷൻ സ്വാഭാവികമായും പോലീസ് സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ ഒരു റോൾ ഉണ്ടല്ലോ, സിവിൽ കേസ് ആണെങ്കിലും. അതുകൊണ്ട് സുപ്രീം കോടതിയെയും സർക്കാർ സമീപിക്കും. അങ്ങനെ ഒരു സാവകാശം ലഭ്യമായാൽ അതിനനുസരിച്ച് നിയമപരമായ ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക. അതിനുശേഷവും കാര്യങ്ങൾ എതിരാണെങ്കിൽ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാരിന് കടക്കാൻ കഴിയും.